ഹരേ കൃഷ്ണ. ഇന്ന് ഗുരുവായൂർ ശ്രീകോവിലിനുള്ളിൽ പൊന്നുണ്ണിക്കണ്ണൻ ഗോപബാലന്മാരോടൊപ്പം ലീലകളാടുന്ന അതീവ സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നത്. ഭഗവാൻ ഏകനാണെങ്കിലും ഭക്തരോടൊപ്പം ചേരുമ്പോൾ അവൻ അവരിൽ ഒരാളായി തീരണു എന്നുള്ള വലിയൊരു സത്യമാണ് ഇന്നത്തെ അലങ്കാരം എന്ന് പറയുന്നത്. അദ്വൈതം എന്ന് പറയില്ലേ, അതായത് ഭക്തന്റെ പ്രീതിക്കായിട്ട് ഭഗവാൻ ദ്വൈതഭാവത്തിൽ നിലകൊള്ളുന്നു എന്നാണ്. ലീലകളാടുകയാണ്, ദ്വൈതഭാവത്തിൽ ലീലകളാടുകയാണ്, ഭക്തരോടൊപ്പം ചേർന്നിട്ട് ലീലകളാടുകയാണ് കണ്ണൻ. ഇന്നത്തെ കളഭാലങ്കാരത്തിൽ നല്ലൊരു ഉണ്ണിക്കുട്ടനായിട്ട് ആണ് ദർശനം നൽകിയത്. ഉടലാകെ ചന്ദനം കളപ്പൊക്കെ പൂശിയിട്ട് അരയിൽ പട്ടുനൂലിൽ കോർത്ത പട്ടുകോണൊക്കെ ധരിച്ച് കുഞ്ഞു വയറിനോട് ചേർന്ന് കിടക്കുന്ന പൊൻകിങ്ങിനിയും കിലുക്കിങ്ങനെ നിൽക്കുക ഉണ്ണി. രണ്ട് കൈകളും രണ്ട് വശങ്ങളിലേക്കും ഇങ്ങനെ നീട്ടി പിടിച്ചിട്ടുണ്ട്. വരൂ, എന്നെ ആലിംഗനം ചെയ്യൂ എന്ന് പറഞ്ഞ് നിൽക്കണ പോലെയാണ് ഉണ്ണി നിൽക്കണേ. രണ്ട് ഭാഗത്തേക്കും ചുറ്റുമുള്ള കുട്ടികളുടെ നേരെ ഇങ്ങനെ രണ്ട് ഭാഗത്തേക്കും ഇരു കൈകളും വിടർത്തി നിൽക്കുകയാണ് പൊന്നുണ്ണി. കഴുത്തിനോട് ചേർന്നിട്ട് വളയം പോലുള്ള മണിമാലുണ്ട്. കൈകളിൽ സ്വർണവളകളും തോളുകളിൽ തോൾവളകളും മിന്നിത്തിളങ്ങുന്നുണ്ട്. നെറ്റിയിൽ സ്വർണഗോപി ചാർത്തിയുണ്ട്. അധരങ്ങളിൽ ആ മന്ദഹാസം, എല്ലാവരെയും മയക്കണ മന്ദഹാസം, എല്ലാവരുടെയും ദുഃഖങ്ങൾ ശമിപ്പിക്കണ, എല്ലാം മറന്നു പോകുന്ന മന്ദഹാസം. അതെല്ലാം കൂടി കണ്ണൻ ഇങ്ങനെ ദിവ്യ അനുഭൂതി നൽകുന്ന ഒരു അലങ്കാരമാണ് ഇന്നത്തെ അലങ്കാരം എന്ന് പറയുന്നത്. ശ്രീകോവിലിനുള്ളിൽ വൃന്ദാവനം തന്നെ അങ്ങോട്ട് പുനർജനിച്ചിരിക്കുകയാണ്. 4-5 ഗോപബാലന്മാര് ഉണ്ണിക്കണ്ണനെ നടുവിൽ ഇങ്ങനെ നിർത്തിയിട്ട് വട്ടം ചുറ്റി കളിക്കുകയാണ്. ഗോകുലത്തിലെ ആ കളിക്കൂട്ടുകാരുടെ സ്നേഹത്തിന് നടുവിൽ നമ്മുടെ ലോകനാഥനായ ഭഗവാൻ വെറും ഒരു കൊച്ചു ബാലനായി മാറി അവരോടൊപ്പം ചേർന്ന് കളിക്കുകയാണ് ഉണ്ണി. ഇത് ആത്മാക്കളുടെ പരമാത്മാവുമായുള്ള സമാഗമമാണ് എന്ന് നമുക്ക് പറയാം. വട്ടം ചുറ്റി നിൽക്കുന്ന 5 ഗോപന്മാര് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ സൂചിപ്പിക്കുന്നു. ആ 5 ഇന്ദ്രിയങ്ങൾ ഭഗവാനിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ ജീവിതം തന്നെ ഒരു നൃത്തമായി മാറുന്നു എന്നുള്ളതാണ്. ആ തൃപ്പാദത്തിൽ വീണ് നമസ്കരിക്കുമ്പോൾ നമ്മുടെ അഹങ്കാരങ്ങളെല്ലാം അലിഞ്ഞങ്ങട് ഇല്ലാണ്ടാവും. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും ഭഗവാനിൽ അർപ്പിച്ച് നൃത്തമാടൂ എന്നുള്ളതാണ്. പിന്നെ അലങ്കാരം എന്ന് പറയുമ്പോൾ മാലകളുടെ ഭംഗി, ഭയങ്കര ഭംഗിയിൽ ചാർത്തിയുണ്ട് മാലകളെല്ലാം. തെച്ചിയും തുളസിയും വെളുത്ത നന്ദ്യാർ വട്ടവും ചേർന്ന് അതീവ നിപുണതയോടെ കെട്ടിയുണ്ടാക്കിയിട്ടുള്ള ഉണ്ടമാലകൾ കണ്ണൻ്റെ കഴുത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. മാറോട് ചേർന്ന് നീണ്ടു കിടക്കുന്ന ഉണ്ടമാലകളുണ്ട്. പൊൻകിരീടത്തിന് താഴെ 2 തിരുമുടി മാലകളാണ് ഉള്ളത്. ഒന്ന് ചുവന്ന തെച്ചിപ്പൂക്കൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മാലയാണ്. മറ്റൊന്ന് തുളസി ചേർത്തിട്ട് തുളസിപ്പൂ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മാലയാണ്. വിധാനായിട്ട് തൂക്കിയിട്ടുള്ളത് ഉണ്ടമാലകളാണ്. 5-6 ഉണ്ടമാലകൾ തൂക്കിയിട്ടുണ്ട്. നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം നോക്കി നമുക്ക് നാമജപം നടത്താം. ഭക്തൻ്റെ വെളിപ്പുറത്ത് ഓടിയെത്തുന്ന ആ കാരുണ്യക്കടല് നമ്മുടെ ഓരോരുത്തരുടെയും ദുഃഖങ്ങളൊക്കെ മാറ്റിക്കളയട്ടെ. നമ്മുടെ ഹൃദയം ഭക്തിയിൽ നിറയ്ക്കട്ടെ, നമ്മുടെ ഹൃദയം സന്തോഷത്തിൽ നിറയ്ക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു ദൃശ്യം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ തൃപ്പാദത്തിൽ സർവവും സമർപ്പിച്ച് നമുക്ക് എല്ലാവർക്കും കൂടി ഉറക്കെ നാമം ജപിക്കാം. നാരായണ നാരായണ നാരായണ, കൃഷ്ണ ഗുരുവായൂരപ്പ.